പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഒരിക്കലൂടെ ഞാൻ കർത്താവിനെ നന്ദി കരയറ്റുന്നു. വ്യത്യസ്തരായിരിക്കുവിൻ എന്ന വിഷയമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇറ്റ് ഈസ് എ ഡോക്ട്രിൻ ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നതിന് തുല്യമാണ്. വേർപാടിൻ്റെ ഒരു ഉപദേശം അതിന് നമുക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ കണ്ടതായ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അവരെ പോലെ ആകരുത് എന്നുള്ളതാണ്. അത് ലോകക്കാരെ പോലെ ആകരുത്. അതേപോലെ തന്നെ നമ്മൾ സഭയിൽ കടന്നുകൂടിയതായ ലൗകികതയോടും വേർപാട് പുലർത്തേണ്ടത് ആവശ്യമാണ്. വ്യക്തികളോട് എന്നതിനേക്കാൾ ആ ട്രെൻഡ്, ഇന്നത്തെ ഒരു വലിയ പ്രോബ്ലം അതാണ്. ലൗകികത നമ്മുടെ സഭയിലേക്ക് കടന്നുകൂടിയിരിക്കുന്നു. ലോകത്തിൻ്റെ കാര്യമേ കേൾക്കാനുള്ളൂ, വേറെ ഒന്നുമില്ല. കർത്താവ് നമുക്ക് ആഹാരം തരും, നമുക്ക് ഉണ്ണാനും ഉടുക്കാനും കിടക്കാനും ഉള്ളതും കൂടെ അങ്ങ് തരുമെന്ന് വെച്ചു. അല്ലെങ്കിൽ അതുപോലുള്ള അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ കർത്താവ് തരും. കാര്യം ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് നിങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവ് അറിയുന്നു. അതൊക്കെ കർത്താവ് നമുക്ക് തരും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എല്ലാം ആവശ്യമുള്ളതാണ്. എന്നാൽ അത് തരും എന്ന് പറയുമ്പോൾ എല്ലാം തരും, എന്തും തരും, നീ സ്വപ്നം കാണുന്നതെല്ലാം തരും എന്നൊക്കെ പറയുന്നത് ഒരു ലൗകികതയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇന്നിപ്പോൾ ആളുകൾ പ്രസംഗിക്കുന്നത് തന്നെ ലോകം കിട്ടാൻ യേശുവിൻ്റെ അടുത്തോട്ട് വരിക എന്നാണ് പറയുന്നത്. സ്വർഗം കിട്ടാൻ പോലുമല്ല, ലോകം കിട്ടാൻ യേശുവിൻ്റെ അടുത്തേക്ക് വരിക. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയേണ്ടത് ആവശ്യമാണ്. അതുപോലെ ഇന്നത്തെ പ്രസംഗകരിൽ നല്ലൊരു ശതമാനവും വിശുദ്ധിയെക്കുറിച്ച് പ്രസംഗിക്കുന്നില്ല, വിശുദ്ധ ജീവിതത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വിശുദ്ധിക്ക് വേണ്ടിയുള്ള പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കേണ്ടത് അത്യാവശ്യമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ച് പല സ്ഥലങ്ങളിൽ നിന്ന് കേട്ടു. പല സ്ഥലങ്ങളിലുള്ള വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള പല സ്ഥലങ്ങൾ, ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾ കേട്ട കാര്യമാണ് അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. നീയോ, അവർ, നിങ്ങൾ, ഈ ഡിഫറൻസ് അത് പോപ്പുലർ റിലീജിയനിലെല്ലാം കടന്നുകൂടുന്നതായ ആ അധാർമികതയുടെ അനുഭവങ്ങൾ, അതിൽ നിന്നൊക്കെയും നമുക്കൊരു വിടുതൽ ആവശ്യമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അവരുടെ ഇടയിലാണ്, അതിന് സംശയമൊന്നുമില്ല. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ ഇടയിൽ, യെസ്, വക്രതയും കോട്ടമുള്ള ഒരു തലമുറയുടെ നടുവിലാണ് നമ്മൾ. പക്ഷേ നമ്മൾ അവരുടെ ഭാഗമാകരുത്, അവരെ വിട്ടൊഴിയുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരുടെ പാപങ്ങൾക്ക് നമ്മൾ കൂട്ടാളികൾ ആകരുത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു നിർത്തിയ കാര്യം, വേർപാട് എന്ന് നമ്മൾ വേദപുസ്തകത്തിലുടനീളം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. കർത്താവിനെ സ്നേഹിച്ച് കർത്താവിനെ പിൻപറ്റിയവരായ ആളുകളെല്ലാം, ദൈവത്തിൻ്റെ വിളി കേട്ടിറങ്ങിയ ആളുകളെല്ലാം അവരുടെ തലമുറയിൽ വ്യത്യസ്തരായിരുന്നു. അത് പഴയ നിയമത്തിൽ തൊട്ട് ആദ്യം വേദപുസ്തകത്തിൻ്റെ ആദ്യ കാലം മുതൽ വ്യത്യസ്തത സൂക്ഷിച്ചവരാണ് ആത്മീകരായ ആളുകൾ. അവരുടെ അതേ തലമുറയിൽ ലൗകികമായി ലോകത്തിൻ്റെ പിന്നാലെ പോയ ആളുകളുണ്ട്. അവരിൽ നിന്ന് വ്യത്യസ്തരായിരുന്ന ആളുകൾ. വേദപുസ്തകത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ തുടങ്ങുമ്പോൾ മുതൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, കയീനും ഹാബേലും ചേട്ടാനിയന്മാരാ. എന്നാൽ ഹാബേൽ കയീനിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കയീൻ ചേട്ടനായിരുന്നു, പക്ഷേ കയീനെ പോലെ ആകാൻ ഹാബേൽ ഒരിക്കലും പരിശ്രമിച്ചില്ല. ആ വേർപാട് കയീനിൽ നിന്നുള്ള, കയീനെ പോലെ ആകുവാൻ പരിശ്രമിക്കാതെ, കയീൻ മോശക്കാരനാണെന്നല്ല നമ്മൾ കാണുന്നത്. അവൻ്റെ ജനനം ഒന്നും മോശപ്പെട്ട കാര്യമൊന്നുമല്ല. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ എൻ്റെ 4-ാമത്തെ വാക്യത്തിലാണ് കയീൻ്റെയും ഹാബേലിൻ്റെയും ചരിത്രം നമ്മൾ കാണുന്നത്. 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അനന്തരം മനുഷ്യൻ തൻ്റെ ഭാര്യയായ ഹൗവയെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ച് കയീനെ പ്രസവിച്ചു, യഹോവയാൽ എനിക്ക് ഒരു പുരുഷപ്രജ ലഭിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ കയീൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ കാര്യം എന്താ? യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജയെ ലഭിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കയീൻ ജനനം കൊണ്ട് മോശമാണെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയുകയില്ല. യഹോവയാൽ എനിക്കൊരു
പുരുഷപ്രജയെ ലഭിച്ചു. ചില ആളുകളൊക്കെ പറയാറുണ്ട് കയീൻ ജനനത്തിൽ തന്നെ ദുഷ്ടനിൽ നിന്നുള്ള, പുതിയ നിയമത്തിലൊരു വാക്യം വെച്ചത്, അത് പലപ്പോഴും നമ്മൾ പറയുന്നതായ പല കാര്യങ്ങളും നമ്മളതിന് തെറ്റായ വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, സാത്താൻ്റെ മോനാണോ കയീൻ? സാത്താൻ്റെ മോനൊന്നുമല്ല കയീൻ. അത് നമ്മൾ മനസ്സിലാക്കണം. യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജയെ ലഭിച്ചു എന്നുള്ളതാണ്. ആൾക്കാർ ചോദിക്കുന്നത് ആരുടെ കുറ്റമല്ല. കാര്യം ഈ വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥത്തിലേക്ക് ഗ്രഹിക്കാത്തത് കൊണ്ട് ഉണ്ടാകുന്നതായ ചില പ്രതിസന്ധികളാണ്. ഇതൊക്കെ ഞാനങ്ങ് തുറന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ അടുത്ത് ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. അതുകൊണ്ട് പറയുന്നതാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ, കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെ അല്ല, അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? തൻ്റെ പ്രവൃത്തി ദോഷവും സഹോദരൻ്റേത് നീതിയുള്ളതുമാകൊണ്ടത്രേ. ഈ ദുഷ്ടനിൽ നിന്നുള്ളവനായി എന്നുള്ള ഒരു വാക്ക് വെച്ചുകൊണ്ടാണ് ചില ആളുകൾ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. അവിടെ ദുഷ്ടനിൽ നിന്നുള്ളവനായി എന്ന് പറയുന്നത് ജനനത്തിൻ്റെ കാര്യമല്ല. അവിടെ തന്നെ പറയുന്നുണ്ട്, കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെ. അപ്പോൾ സഹോദരനെ കൊന്നപ്പോഴാണ് അവൻ ദുഷ്ടനിൽ നിന്ന് ഉള്ളവൻ ആയത്. അവൻ്റെ പ്രവൃത്തി കൊണ്ടാണ് അവൻ ദുഷ്ടനിൽ നിന്നുള്ളവനായത്. 1 യോഹന്നാൻ 3:12, കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെ അല്ല, അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? തൻ്റെ പ്രവൃത്തി ദോഷവും സഹോദരൻ്റേത് നീതിയുള്ളതും ആകൊണ്ട് അത്രേ. കയീൻ സാത്താൻ്റെ സന്തതിയായി ജനിച്ചവനല്ല. ജനനം പറഞ്ഞിരിക്കുന്നത് വളരെ മനോഹരമായ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ? യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജയെ ലഭിച്ചു. എന്നാൽ കയീൻ ദുഷ്ടനോട് ചേർന്ന് അവൻ്റെ പ്രവൃത്തി ദോഷമുള്ളതാകൊണ്ട്, ബിക്കോസ് ഹിസ് വർക്ക്സ് വേർ ഈവിൾ, പ്രവൃത്തി ദോഷമുള്ളത്, ജനനം ദോഷമുള്ളതല്ല, പ്രവൃത്തി ദോഷമുള്ളത് ആകൊണ്ട്. ജനനം ദോഷമുള്ളതാണെന്ന് അവിടെ പറയുന്നില്ല, ദോഷമുള്ളതല്ല. എന്നാൽ ഒരു കാര്യമുണ്ട്, ജനനം എത്ര ഉത്കൃഷ്ടമാണെങ്കിലും ജീവിതം പിശാചിന് വിട്ടുകൊടുത്താൽ ആ വ്യക്തി ശപിക്കപ്പെട്ടവനാണ് എന്നതിന് സംശയമില്ല. കയീൻ ജനനം കൊണ്ട് മോശക്കാരനായിരുന്നില്ല, പക്ഷേ പ്രവൃത്തി കൊണ്ട് അവൻ ശപിക്കപ്പെട്ടവനായി തീരുന്ന ഒരു അനുഭവം. ഈ സംഭവം നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന ഭാഗങ്ങളാണ്. എങ്കിലും അതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ എങ്ങനെ ഹാബേൽ വ്യത്യസ്തനായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹാബേലിനെ പോലെ വേദപുസ്തകത്തിൽ പറയുന്ന പല ആളുകളുടെയും ചരിത്രം നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട്. ഹാബേൽ അവിടെ എഴുതിയിരിക്കുന്ന, നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ ആദ്യം കയീൻ ജനിക്കുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. 4-ാമത്തെ അധ്യായത്തിൽ മനുഷ്യൻ തൻ്റെ ഭാര്യയായ ഹവ്വയെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ച് കയീനെ പ്രസവിച്ചു, യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജ ലഭിച്ചു എന്ന് പറഞ്ഞു. പിന്നെ അവൾ തൻ്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു. അനുജനായ ഹാബേൽ. ഹാബേൽ എന്നും അനുജനായിരുന്നു. മുന്നേ ചാടിക്കേറി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് കയീനാണ്. ഹാബേൽ അടക്കമൊതുക്കമുള്ള, ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പുറകെ നിൽക്കുന്ന ഒരാളായിരുന്നു ഹാബേൽ. കയീൻ അങ്ങനെയല്ല. അവനെല്ലാം ചാടിക്കേറി ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ, കുറേ കാലം കഴിഞ്ഞിട്ട് കയീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. അപ്പോൾ ആദ്യം വഴിപാട് കൊണ്ടുവന്നതും ആരാ? കയീനാണ് കൊണ്ടുവന്നത്. എന്നിട്ടാണ് 4-ാമത്തെ വാക്യത്തിൽ ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന്, അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. നോക്കുക, ആരാധന തുടങ്ങിയതും ആരാ? കയീന ആരാധന അല്ലെങ്കിൽ യാഗം അർപ്പിക്കാൻ ആദ്യം കടന്നു വന്നത് കയീനാണ്. ഹാബേലും, ഞാനിതുകൊണ്ടാണ് പറഞ്ഞത്, ഹാബേൽ എന്നും അനുജനായിട്ട് നിന്നതേ ഉള്ളൂ. മുന്നേ കയറി വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ, എടുത്തിയാട്ടമൊന്നും ഇല്ലായിരുന്നു. ആത്മീയ കാര്യങ്ങൾ, ആത്മീയമെന്നുള്ള വാക്ക് ശരിയല്ലെങ്കിലും റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലും കയീൻ മുന്നേ ചാടി ചെല്ലുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ നമ്മൾ വായിക്കുമ്പോൾ
5-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മളിവിടെ കാണുന്നത് യഹോവ കയീനിലും അവൻ്റെ വഴിപാടിലും ഹാബേലിലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു, കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു. അപ്പോൾ ദൈവപ്രസാദമുണ്ടായി. ആരിൽ? ഹാബേലിൽ. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ പലപ്പോഴും പഠിപ്പിക്കുന്നത്, ഞാൻ അതിൻ്റെ നമ്മൾ പറയുന്നത് എന്നാണെന്നറിയാമോ, കയീൻ ഫലമൂല്യങ്ങളൊക്കെ കൊണ്ടുവന്നു, അതുകൊണ്ട് ദൈവം അവനിൽ പ്രസാദിച്ചില്ല. ഹാബേൽ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്നത് കൊണ്ട് ദൈവം പ്രസാദിച്ചു നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്. പറഞ്ഞു. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ശരിക്കും സത്യം അതാണോ എന്ന് ചോദിച്ചാൽ സത്യം അതല്ല. പിന്നെ ആബേലച്ചൻ്റെ ഒരു പാട്ടുണ്ടല്ലോ, ചീഞ്ഞളിഞ്ഞ ഫലമൂല്യങ്ങൾ ദൈവത്തിന് ബലി നൽകി സ്വാർത്ഥനായ കയീൻ സ്വന്തം നില മറന്നെന്ന്. അങ്ങനൊന്നും അന്നത്തെ കാലത്ത് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല. അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അന്നിപ്പോൾ ചീഞ്ഞളിഞ്ഞ ഫലമൂല്യമൊന്നും കൊണ്ടുവെക്കേണ്ട കാര്യമൊന്നും ഇല്ല. കയീൻ അവൻ്റെ ഫലത്തിലെ ഏറ്റവും ബെസ്റ്റ് കൊണ്ടുവന്നെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാര്യം അവനത്ര മണ്ടനൊന്നുമല്ല, അവൻ ഏറ്റവും ബെസ്റ്റ് കൊണ്ടുവന്നു, ഏറ്റവും ബെസ്റ്റ്. പക്ഷേ ദൈവം അവൻ്റെ വഴിപാടിൽ പ്രസാദിച്ചില്ല. കയീൻ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്നു. ആട്ടിൻകുട്ടിയെ യാഗം അർപ്പിക്കണം എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ അങ്ങനെ ഒരു നിയമം കിട്ടുന്നതിനൊക്കെ മുമ്പല്ലേ ഹാബേൽ ശരിക്കും ആട്ടിൻകുട്ടിയെ കൊണ്ടർപ്പിക്കുന്നത്. പിന്നെ വേറെ കാര്യമുണ്ട്, കയീൻ കൃഷിക്കാരനായിരുന്നു, അവൻ കൃഷിയിൽ നിന്ന് കൊണ്ടുവന്നു. ഹാബേൽ ആട്ടിടയനായിരുന്നു, അവൻ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്നു. ആട്ടിൻകുട്ടിയെ യാഗം അർപ്പിക്കുന്നതൊക്കെ പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. എന്നാൽ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താ സംഭവിച്ചതെന്ന്. യഹോവ ഹാബേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു, കയീനിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചില്ല. എന്താ അതിൻ്റെ അർത്ഥം? ദൈവം പ്രസാദിക്കുന്നത് ഒന്നാമത് വ്യക്തിയിലാണ്. വ്യക്തിയിൽ പ്രസാദിച്ചാൽ അവൻ്റെ യാഗത്തിലും പ്രസാദിക്കും. വ്യക്തിയിൽ പ്രസാദിച്ചില്ലെങ്കിൽ അവൻ്റെ യാഗത്തിലും പ്രസാദിക്കുകയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ വ്യക്തിയിലാണ് പ്രസാദം ആവശ്യമായിരിക്കുന്നത്. നമ്മുടെ ചിന്ത വഴിപാടിലാണ് ദൈവം പ്രസാദിക്കുന്നതെന്നാണ്. അങ്ങനെയല്ല. ആരാധനയിലാണ് ദൈവം പ്രസാദിക്കുന്നതെന്ന് പറഞ്ഞാൽ പോലും ശരിയല്ല. വ്യക്തിയിലാണ് ദൈവം പ്രസാദിക്കുന്നത്. നമ്മളേരോ പറയും ആരാധിച്ച് ദൈവത്തെ നമ്മൾ പ്രസാദിപ്പിക്കാൻ നോക്കുക. ഞാൻ പറയുന്നത് ദൈവം പ്രസാദിച്ചു കഴിഞ്ഞാൽ ആ ആരാധനയിലാണ് ദൈവത്തിന്. ആരാധനയിലും ഉണ്ട് കാര്യം. യഹോവ ഹാബേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു. അപ്പോൾ യാഗത്തിൽ പ്രസാദിക്കത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ വ്യക്തിയിൽ പ്രസാദിച്ചത് കൊണ്ടാണ് യാഗത്തിൽ പ്രസാദിച്ചത്. അതേപോലെ കയീനിൽ പ്രസാദിക്കാതിരുന്നത് കൊണ്ടാണ് കയീൻ്റെ യാഗത്തിൽ പ്രസാദിക്കാതിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വ്യക്തിയിലാണ് ദൈവപ്രസാദം ഉണ്ടാകുന്നത്. എന്താ വ്യക്തിയിൽ പ്രസാദം ഉണ്ടാകാനുള്ള കാരണം? എന്തുകൊണ്ട് ഹാബേലിൽ പ്രസാദിച്ചു? നമ്മൾ എബ്രായ ലേഖനത്തിലേക്ക് വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അതിൻ്റെ 11-ാം അധ്യായത്തിൽ ഇതേ കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയീൻ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. വിശ്വാസത്താൽ ഹാബേൽ, വിശ്വാസത്താൽ, ഫെയ്ത്താണ് ഇവിടുത്തെ വിഷയം. വിശ്വാസത്താൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊക്കെ ശരിക്കും നമുക്കുള്ള ഒത്തിരി പ്രോബ്ലം ഉണ്ട്. നമ്മൾ വേദപുസ്തകത്തിലെ പല വാക്കുകളും അതിൻ്റെ യഥാർത്ഥ അർത്ഥം അറിഞ്ഞല്ല ഉപയോഗിക്കുന്നത്. അതിലൊന്നാണ് വിശ്വാസം എന്ന് പറയുന്നത്. നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ ക്ലിയറാണ്. ബിലീഫ് എന്നുള്ളതിന് നമ്മൾ വിശ്വാസം എന്ന് പറയാറുണ്ട്, അങ്ങനെ പറയാം, ബിലീഫ്. പക്ഷേ വേദപുസ്തകത്തിലെ വിശ്വാസം എന്ന് പറയുന്നത് ബിലീഫല്ല, ഫെയ്ത്താണ്. ഫെയ്ത്തും ബിലീഫും തമ്മിൽ വ്യത്യാസമുണ്ട്. ബിലീഫ് എന്ന് പറയുന്നത് ഒരു വസ്തുവിലുള്ള അല്ലെങ്കിൽ ഒരു വസ്തുതയിൽ വിശ്വസിക്കുന്നതാണ് ബിലീഫ് എന്ന് പറയുന്നത്. ഇപ്പം ഭൂമി സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു വസ്തുതയാണ്. ആ വസ്തുത നമുക്ക് തെളിയിക്കാൻ പറ്റും.
അങ്ങനെ തെളിയിക്കാൻ പറ്റുന്ന ഒരു വസ്തുതയിൽ വിശ്വസിക്കുന്നതാണ് വിശ്വാസം. മലയാളത്തിൽ പക്ഷേ നമുക്കിതിന് രണ്ടിനും ഒരു വാക്കേ ഉള്ളൂ, അതാ പ്രശ്നം. എന്നാൽ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഫെയ്ത്ത് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പാണ്, ആശ്രയമാണ്, ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. വിശ്വാസത്താൽ ഹാബേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാബേൽ അവനെ തന്നെ ദൈവത്തിന് കൊടുത്തു. ഹാബേൽ അവനെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് അവൻ മാറി നിൽക്കണം. അവൻ പറയാണ്, ദൈവമേ, ഐ ആം നോബഡി, ഞാൻ ഒന്നുമല്ല, ഞാൻ ആരുമല്ല, എനിക്ക് നീയേ ഉള്ളൂ. റിലേഷൻഷിപ്പിലേക്ക് വന്നു. ആ റിലേഷൻഷിപ്പ് കൊണ്ടാണ്, ആ ബന്ധം കൊണ്ടാണ് ദൈവം ഹാബേലിൽ പ്രസാദിക്കുന്നത്. ഹാബേൽ ദൈവത്തിൽ ആശ്രയിച്ചു. അവൻ യാഗമർപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. അവൻ യാഗത്തിലുമല്ല ആശ്രയിക്കുന്നത്. ഈ യാഗം കഴിച്ചാൽ ദൈവം പ്രസാദിക്കും എന്നൊന്നും പറഞ്ഞുകൊണ്ടൊന്നുമല്ല അവൻ യാഗം കഴിക്കുന്നത്. അവൻ ദൈവത്തിലാണ്, അവൻ്റെ പ്രസാദം ദൈവത്തിലാണ്, അവൻ്റെ വിശ്വാസം ദൈവത്തിലാണ്, അവൻ്റെ ആശ്രയം ദൈവത്തിലാണ്. അതുകൊണ്ട് ദൈവം ഹാബേലുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നു. ഹാബേൽ ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് വന്നു. അവരൊന്നായി തീർന്നു. അതുകൊണ്ട് അവൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. എന്നാൽ കയീൻ, അവനിൽ തന്നെയാണ് കയീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കാണുന്നതാണ്. അവൻ പറയുന്നത്, ദൈവം എൻ്റെ യാഗത്തിൽ പ്രസാദിക്കാൻ ഞാൻ യോഗ്യൻ എന്നാണ്. ദൈവം എന്നെ പ്രസാദിക്കാൻ, ഞാൻ ഏറ്റവും നല്ല ഫലമൂല്യങ്ങളല്ലേ അങ്ങോട്ട് കൊണ്ടു കൊടുക്കുന്നത്, ദൈവത്തിന് പ്രസാദിച്ചാൽ എന്നാ? അവനിൽ തന്നെ ആശ്രയിച്ചു. രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം, ഒരാൾക്ക് ഫെയ്ത്ത് ഉണ്ടായിരുന്നു, മറ്റൊരാൾക്ക് ഫെയ്ത്ത് ഇല്ല. കയീൻ്റെ ഫെയ്ത്ത് അവനിൽ തന്നെയായിരുന്നു. അവനിൽ തന്നെ ആശ്രയിച്ചു. ദൈവം അവൻ്റെ യാഗത്തിൽ പ്രസാദിച്ചില്ല. ഹാബേൽ ദൈവത്തിൽ, ഫെയ്ത്ത്, വിശ്വാസത്താൽ, നമ്മളതാ കാണുന്നത്, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയീൻ്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു. അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവൻ്റെ വഴിപാടിനെ സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷം അവൻ വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ വിശ്വാസത്താൽ, ബൈ ഫെയ്ത്ത് ഏബൽ ഓഫേർഡ് അൺടു ഗാഡ് മോർ എക്സലൻറ്റ് സാക്രിഫൈസ് ദാൻ കയീൻ. വസ്തുക്കളല്ല, അവൻ്റെ ആട്ടിൻകുട്ടിയല്ല, അതിലെല്ലാം ഉപരി അവന് ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. പ്രിയമുള്ളവരെ, കയീനെ പോലെ ഏറ്റവും മെച്ചമായത് കൊടുത്ത് അവൻ തന്നെ നീതിമാനായി എന്ന് ചിന്തിച്ച്, കയീൻ പറയുന്നതാണ്, അവൻ നീതിമാൻ എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയീൻ്റെതിൽ ഉത്തമമായ യാഗം കഴിച്ചു. അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ആരിൽ നിന്ന് ലഭിച്ചു? ദൈവത്തിൽ നിന്ന് ലഭിച്ചു. നീതിമാൻ, റൈച്ചസ്. നീതിമാൻ എന്ന വാക്കിന് സ്പെസിഫിക് ആയിട്ടുള്ള ഓൾഡ് ടെസ്റ്റമെൻറ്റിലാണെങ്കിലും ഉള്ളൊരർത്ഥമുണ്ട്. അതായത്, ഞാൻ പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്, രണ്ട് വ്യക്തികളുടെ ഇടയിൽ ഒന്നുമില്ലാത്ത ഒരു കാര്യമാണ് റൈച്ചസ്നെസ് എന്ന് പറയുന്നത്. ഇപ്പം ഞാനും നിങ്ങളും ഇടയ്ക്ക് എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല. ഞാൻ ഈ പോഡിയത്തിൻ്റെ ദർ ഈസ് സംതിങ് ഇൻ ബിറ്റ്വീൻ യു ആൻഡ് മീ. നിങ്ങൾക്കും എനിക്കും മധ്യത്തിൽ ഒരു പോഡിയമുണ്ട്, ഒരു തടസ്സമുണ്ട്. നമ്മൾ തമ്മിൽ ഇടയ്ക്ക് ഒരു മതിലുണ്ട്, അല്ലെങ്കിൽ അങ്ങോട്ട് കടക്കാൻ കഴിയാത്ത രീതിയിൽ. അപ്പം നമ്മൾ തമ്മിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീതിയില്ല എന്ന് വേണമെങ്കിൽ പറയാം, ഇത് ഫിസിക്കലി. എന്നാൽ ഞാൻ അങ്ങോട്ട് മാറി നടന്നാൽ ഇടയിലൊന്നുമില്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടാകാം. എനിക്ക് വരാം, എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാം, എനിക്ക് നിങ്ങളെ കെട്ടിപ്പിടിക്കാം, എനിക്ക് നിങ്ങളുമായിട്ട് റിലേഷൻ ഉണ്ടാക്കാം. റിലേഷൻ ഉണ്ടാക്കുന്നതാണ്. അപ്പം നീതിമാന് മാത്രമേ റിലേഷൻ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. റിലേഷൻ, ഇടയ്ക്കൊന്നുമില്ലാത്ത അവസ്ഥ. ഹാബേലിനും ദൈവത്തിനും മധ്യത്തിൽ ഒന്നും ഇല്ലായിരുന്നു. അവർ തമ്മിൽ
ഇടയ്ക്കൊന്നുമില്ലാത്ത റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ കയീൻ അങ്ങനെയല്ല. കയീനും ദൈവത്തിനും മധ്യത്തിൽ അവൻ്റെ ആ സെൽഫ് ഇങ്ങനെ തിളച്ച് നിൽക്കുകയാണ്. അവൻ പറയാണ്, ഞാൻ യാഗം കഴിച്ചു, അതുകൊണ്ട് ദൈവം എന്നിൽ പ്രസാദിക്കുവാൻ ഞാൻ എന്തുകൊണ്ടും യോഗ്യനാണ്. അവൻ്റെ ഇല്ലാത്ത യോഗ്യതയാണ്, അല്ലെങ്കിൽ അവൻ ചിന്തിക്കുന്നത് അവന് യോഗ്യത ഉണ്ടെന്നാണ്. അതുകൊണ്ട് ദൈവം അവൻ്റെ യാഗത്തിൽ കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. അവിടെ 5-ാമത്തെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വായിക്കുമ്പോൾ അവിടെ നമ്മൾ അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല, കയീൻ ഏറ്റവും കോപമുണ്ടായി. അവൻ ചോദിക്കും, ഇതെന്താ പണിയായത്? എന്നാ ദൈവത്തിന് എൻ്റെ യാഗത്തിൽ പ്രസാദിച്ചാൽ? ഞാൻ നല്ല 1-ാം തരം ചേനയും കാച്ചിലും കപ്പയും എല്ലാം കൂടെ കൊണ്ട് കൊടുത്തതല്ലേ, ഇവിടെ എന്നെ പ്രസാദിച്ചാൽ? ഏറ്റവും ബെസ്റ്റല്ലേ ഞാൻ കൊണ്ട് കൊടുത്തത്. അതായത് ദൈവപ്രസാദം അവൻ്റെ അവകാശമാണെന്ന് അവൻ ചിന്തിച്ചു. അതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. എന്നിട്ട് കയീന് ഏറ്റവും കോപമുണ്ടായി, അവൻ്റെ മുഖം വാടി. കയീന് ഏറ്റവും കോപമുണ്ടായി, അവൻ്റെ മുഖം വാടി. കോപം മനുഷ്യനോടും ദൈവത്തോടും ഒരുപോലെ. അവൻ ദൈവസന്നിധിയിലേക്ക് വന്നില്ല. ദൈവപ്രസാദം ഉണ്ടായില്ലെന്ന് അറിഞ്ഞപ്പോഴും ഇവൻ പറഞ്ഞില്ല, കർത്താവേ നീ എന്നോട് പറയണേ, എന്തുകൊണ്ടാണ് കർത്താവേ? അവൻ അവനെ തന്നെ താഴ്ത്തിയില്ല. അവൻ ചിന്തിച്ചു, അവൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുവാൻ അവൻ ദൈവം ബാധ്യസ്ഥനാണെന്ന്, അതിനുള്ള എല്ലാ യോഗ്യതയും അവനുണ്ടെന്ന് അവൻ ചിന്തിച്ചു. അതുകൊണ്ട് അവന് കോപം ഉണ്ടായത്, അല്ലെങ്കിൽ കോപം ഉണ്ടാകത്തില്ല. ഹി വാസ് എ സെൽഫ് റൈച്ചസ് മാൻ. അവൻ്റെ നീതി അവൻ തന്നെ കണ്ടെത്തിയവനാണ്. അവൻ്റെ മുഖം വാടി. അവൻ പറഞ്ഞു, എന്നാ പരിപാടിയായി കാണിക്കുന്നത്? അവൻ ദൈവത്തെ ചോദ്യം ചെയ്യുകയാണ്, ദൈവത്തിൻ്റെ നീതിയെ ചോദ്യം ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ദൈവം പ്രസാദിക്കാത്തതിനെ അവൻ ചോദ്യം ചെയ്യുകയാണ്. വായ്? ഹാബേൽ അങ്ങനെയല്ല, അവൻ റിലേഷൻഷിപ്പാണ്. യഹോവ ഹാബേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു. അതുകൊണ്ട് അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. നീതിമാൻ. ദൈവം പറഞ്ഞു, മോനെ എനിക്കും നിനക്കും മധ്യത്തിലൊന്നുമില്ല. വി ഹാവ് റിലേഷൻഷിപ്പ്. I am pleased in you and in your sacrifice. ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു, നിൻ്റെ യാഗത്തിലും ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ചീഞ്ഞളിഞ്ഞ ഫലമൂല്യങ്ങൾ കൊണ്ട് കൊടുത്തത് കൊണ്ടല്ല, ആട്ടിൻകുട്ടിയെ അറക്കാത്തത് കൊണ്ടുമല്ല. കയ്യിൻ്റെ സ്വഭാവം വെച്ചുകൊണ്ടൊരു ആട്ടിൻകുട്ടിയെ കൊണ്ടുപോയി അറുത്താലും ദൈവം പ്രസാദിക്കത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. ആട്ടിൻകുട്ടി അറക്കുന്നത് തീർച്ചയായും അതിനൊത്തിരി അർത്ഥതലങ്ങളുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം, യഹോവ ഹാബേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു, കയീനിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചില്ല. കർത്താവ് ചോദിക്കുക 6-ാമത്തെ വാക്യത്തിൽ, ഉൽപ്പത്തി 4:6, എന്നാണ് യഹോവ കയീനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിൻ്റെ മുഖം വാടുന്നതും എന്ത്? നീ എന്തിനാ കോപിക്കുന്നത്? എന്താ നിൻ്റെ മുഖം വാടാൻ കാര്യം? നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം നിൻ്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. നീ നന്മ ചെയ്യുന്നു എങ്കിൽ വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ, നീ നന്മയുള്ളവനായി തീരുന്നുവെങ്കിൽ, നീ വ്യത്യസ്തനായി തീരുന്നുവെങ്കിൽ എന്നുള്ളൊരർത്ഥം കൂടെ അതിനകത്ത് വരുന്നുണ്ട്. നീ നന്മയുള്ളവനായി തീരുന്നുവെങ്കിൽ, നീ യഥാർത്ഥത്തിൽ വിശ്വാസമുള്ളവനായി തീരുന്നുവെങ്കിൽ, നീ റിലേഷൻഷിപ്പിലേക്ക് മടങ്ങി വരുന്നുവെങ്കിൽ, നീ എൻ്റെ അടുത്തോട്ടൊന്ന് വാ, നീ എന്നോട് സംസാരിക്കുക. നമുക്കിടയിലുള്ളതെല്ലാം നമുക്ക് മായിച്ചു കളയാം.
ഈ പാപം ചെയ്ത കയ്യിൻ്റെ അടുത്ത് കർത്താവ് ചെന്നിട്ട് അവന് മടങ്ങി വരാനുള്ളൊരു അവസരം കൊടുക്കുന്നുണ്ട്. അതെന്നെ വളരെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. ദൈവം പലപ്പോഴും അങ്ങനെയാണ്. പാപം ചെയ്യുന്നവനെ ഒറ്റയടിക്ക് ദൈവം തള്ളിക്കളഞ്ഞെന്നിരിക്കില്ല. അവനൊരു അവസരം കൊടുക്കും. അതുകൊണ്ട് പാപം ചെയ്തത് കുഴപ്പമില്ലെന്നല്ല. നീ നന്മ ചെയ്യുന്നുവെങ്കിൽ, അഥവാ നീ മടങ്ങി വരുന്നുവെങ്കിൽ, നീ മടങ്ങി വരുവാൻ ഇനിയും സമയമുണ്ട്, നീ മടങ്ങി വരുന്നുവെങ്കിൽ എനിക്ക് നിന്നിൽ പ്രസാദമുണ്ടാകും. ഹാബേലിൽ ഉണ്ടായതുപോലെ തന്നെ നിന്നിലും പ്രസാദമുണ്ടാകും നീ മടങ്ങി വന്നാൽ. അപ്പം മടങ്ങി വരണമെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ വിദൂരത്തിലാണെന്നുള്ളതാണല്ലോ, അല്ലേ? ഇപ്പോൾ അവൻ ദൈവത്തിൽ നിന്ന് ദൂരെയാണ്. ദൈവം അടുത്തു വന്നിട്ട് പറയാണ്, നീ മടങ്ങി വാ, എനിക്ക് നിന്നിൽ പ്രസാദമുണ്ടാകും എന്നാണ് പറയുന്നത്. ഇനി നീ മടങ്ങി വരാൻ തയ്യാറല്ലെങ്കിൽ, മടങ്ങി വരുന്നില്ലെങ്കിലോ, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ എനിക്ക് പ്രസാദമുണ്ടാകയില്ലയോ, നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ, അഥവാ നീ എന്നിലേക്ക് മടങ്ങി വരുന്നില്ലെങ്കിലോ, ഓർത്തോണം, പാപം വാതിൽക്കൽ കിടക്കുന്നു. വാതിൽക്കൽ കിടക്കുന്നു എന്നല്ല, അതിനേക്കാളും കറക്റ്റായിട്ടുള്ള വാക്ക് അതിന് പാപം വാതിൽക്കൽ പതുങ്ങിക്കിടക്കുന്നു എന്നാണ്. കൗച്ചത്ത് അറ്റ് ദ ഡോർ സ്റ്റെപ്പ്. പാപം വാതിൽക്കൽ പതുങ്ങിക്കിടക്കുന്നു. പലപ്പോഴും പാപത്തിൻ്റെ ഒരു പ്രത്യേകത ഏതാ? ഈ ചില പട്ടിയൊക്കെ ഉണ്ടല്ലോ, പതുങ്ങിക്കിടക്കും, അറിയത്തുപോലുമില്ല. ചില പട്ടി നമ്മളെ ഒരു വീടിൻ്റെ അയലോക്കത്തൂടെ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ കുരയ്ക്കാൻ തുടങ്ങും. ഭയങ്കര കുരയും ബഹളമായിരിക്കും. നമ്മൾ അവരുടെ ചില പട്ടിക്ക് അങ്ങനെയൊന്നുമില്ല. അവരുടെ ഗേറ്റാ തൊട്ടാൽ കുരയ്ക്കും. ചില പട്ടിക്ക് അതുമില്ല. ഗേറ്റൊക്കെ തുറന്ന് നേരെ അങ്ങ് കയറി ചെല്ലണം. എന്നിട്ട് നമ്മൾ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് പതുങ്ങി കിടപ്പുണ്ട്, ഒറ്റ ചാട്ടമാണ്. പതുങ്ങി കിടക്കുന്നത്, കൗച്ചത്ത് അറ്റ് യുവർ ഡോർ സ്റ്റെപ്പ്. അത് ഭയങ്കര കണ്ണിങ്ങാണ്. പാപവും ഇതുപോലെയാണ്. വലിയ ബഹളമൊന്നും ഉണ്ടാക്കിയില്ലെന്നിരിക്കും, പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ, സൂക്ഷിക്കുന്നില്ലെങ്കിൽ, സിൻ കൗച്ചത്ത് അറ്റ് യുവർ ഡോർ സ്റ്റെപ്പ്. നിൻ്റെ പാപം നിൻ്റെ വാതിൽക്കൽ പതുങ്ങിക്കിടക്കുന്നു, പതുങ്ങിക്കിടക്കുന്നു. നിന്നെ പിടിക്കാൻ പതുങ്ങിക്കിടക്കുന്ന പാപം, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു. എന്നെ ചിന്തിപ്പിച്ചൊരു വേദഭാഗമായത്. അതായത് പാപത്തോടുള്ള ആഗ്രഹം നമുക്കുണ്ടാകുന്നതിനെക്കുറിച്ച് നമ്മളെപ്പോഴും പറയും, അല്ലേ? പാപം ചെയ്യാനുള്ള ആഗ്രഹം നമുക്കുണ്ടാകുന്നത്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, പാപത്തിന് നമ്മളോടും ഒരാഗ്രഹമുണ്ട്. അഥവാ നമ്മളെ വീഴിക്കുവാൻ, പാപത്തിൽ വീഴിക്കുവാൻ പാപത്തിനും ഒരു ആഗ്രഹമുണ്ട്. കൗച്ചത്ത് അറ്റ് യുവർ ഡോർ സ്റ്റെപ്പ്. നമ്മളെ പിടിക്കാൻ, നമ്മളെ വീഴിക്കുവാൻ, നമ്മളെ പ്രലോഭിപ്പിക്കുവാൻ, നമ്മളെ പരീക്ഷിക്കുവാൻ ഒക്കെയായി പാപം വാതിൽക്കൽ പതുങ്ങിക്കിടക്കുന്നു. ഇത് നമ്മൾ ഒത്തിരി പ്രാവശ്യം അനുഭവിച്ചിട്ടുള്ളതാണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പതുങ്ങിക്കിടക്കുന്ന പാപം, ഇല്ലേ? പലപ്പോഴും എനിക്ക് ആളുകൾ ഈ കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോഴെല്ലാം പറയും, എൻ്റെ സാജി ബ്രദറെ, ഇതൊന്നും ചെയ്യണമെന്ന് ചിന്തിച്ചതൊന്നുമല്ല, പിന്നെന്തോ പറയാനാ, അങ്ങ് ചെയ്തു പോയി. അങ്ങനെ ചെയ്തു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകെ ചെന്നിട്ടല്ലേ, ഇതിൻ്റെ അടുത്ത് ചെന്നിട്ടല്ലേ പാപത്തിനകത്ത് പാപം ചെയ്തു പോയത്. മാറി നടക്കണം, വിട്ടുപോകണം. കൈനെന്ത് ചെയ്യാണ്? കൈനോട് പറയുന്നത് അതാണ്, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു, ആരെയും വിഴുങ്ങാൻ തയ്യാറായി കിടക്കുന്ന പാപം. ആ പാപത്തെ നീ കീഴടക്കണമെന്നാണ് പറയുന്നത്. നീ അതിനെ കീഴടക്കണം. കീഴടക്കിയില്ലെങ്കിൽ അത് നിന്നെ കീഴടക്കും. ഇതാ പലപ്പോഴും സംഭവിക്കുന്നത്. നമ്മൾ പാപത്തെ കീഴടക്കിയില്ലെങ്കിൽ പാപം നമ്മളെ കീഴടക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എപ്പോഴും പാപത്തോട് നമുക്കൊരു പോരാട്ടമുണ്ട്. പോരാടണം, അതിനെ കീഴടക്കണം. അത് ചാടിക്കയറി വരാതിരിക്കത്തക്ക നിലയിൽ അതിനെ ഇല്ലായ്മ ചെയ്യണം. സിൻ കൗച്ചത്ത് അറ്റ് യുവർ ഡോർ സ്റ്റെപ്പ്. പാപം വാതിൽക്കൽ പതുങ്ങിക്കിടക്കും. നീ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. എന്നാൽ പിന്നീട് നമ്മൾ വായിക്കുന്നത്, പാപത്തെ കീഴടക്കാനായിട്ട് കയീൻ തയ്യാറായില്ല, അതുകൊണ്ട്
പാപം കയ്യിനെ കീഴടക്കുന്നതാണ്. അവന് വളരെ കണ്ണിങ്ങായിട്ട് നോക്ക്, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്. അവൻ നന്മയില്ലാത്തവനാണെന്ന് പറയുന്നത്. ഇവൻ പ്ലെയിൻ അല്ല, സിമ്പിളല്ല. ഹാബേൽ ഭയങ്കര സിമ്പിളാണ്. ആത്മീയർ എപ്പോഴും വളരെ സിമ്പിളായിരിക്കും. അവർക്ക് ഈ നമ്മൾ ഈ സാധാരണ പറയുന്നത് പോലെ ഈ വളഞ്ഞ വഴിയൊന്നും അറിയത്തില്ല. അതുകൊണ്ട് അപകടമൊക്കെ ഉണ്ടാകും. അപകടം ഉണ്ടായാലും വേണ്ടുകയില്ല, ഈ വളഞ്ഞ വഴിയെ പോകരുത്. വളഞ്ഞ വഴിയെ പോയില്ലെങ്കിൽ കർത്താവ് നിന്നെ സൂക്ഷിക്കും, നിന്നെ സഹായിക്കും. കയ്യിൻ വളഞ്ഞ വഴിയുടെ ആശാന. ഹാബേൽ നേരെ തിരിച്ച. ഹാബേലിൻ്റെ അടുത്ത് ചെന്നിട്ട് കയ്യിൻ തൻ്റെ അനുജനായ ഹാബേലിനോട് നാം വയലിലേക്ക് പോകാം എന്ന് പറഞ്ഞു. ഇവനെല്ലാം പ്ലാൻഡാണ് കേട്ടോ. കയ്യിൻ ഭയങ്കര പ്ലാൻ ചെയ്തു ഇവനെ വയലിൽ കൊണ്ടുപോയി കൊല്ലാൻ എല്ലാം പ്ലാൻ ചെയ്ത് പാപം ആസൂത്രണം, കൊല ആസൂത്രണം ചെയ്തിട്ടാണ് ഇവൻ പോകുന്നത്. പക്ഷേ പാവം ഹാബേലിന് ഈ ആസൂത്രണമൊന്നും മനസ്സിലായില്ല. കൊലപാതകമൊന്നും അവൻ്റെ മനസ്സിൽ പോലും വരുന്നില്ല. കാര്യം ഹാബേൽ നീതിമാനായ ഒരു വ്യക്തിയാണ്. നീതിമാനായ ഒരു വ്യക്തി. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ വളഞ്ഞ വഴികളൊന്നും അറിയത്തില്ല. നാട്ടുകാർ പറയും അവനൊരു പൊട്ടനാന്ന്. എന്നാൽ പിന്നെ പൊട്ടനായിക്കോട്ടെ. നമ്മളെ പൊട്ടന്മാരെന്ന് നാട്ടുകാർ പറഞ്ഞാലും കുഴപ്പമില്ലെന്നേ. പക്ഷെ ആ പൊട്ടത്തരത്തിൽ ദൈവപ്രസാദം ഉണ്ടാകും. അത് നമ്മൾ മനസ്സിലാക്കണം. ഹാബേലൊരു പൊട്ടനാ. അല്ലെങ്കിൽ പിന്നെ അവനിങ്ങനെ ചിന്തിക്കത്തില്ലേ, ഇവൻ എന്തിനാ എന്നെ ഇപ്പം വയലിലോട്ട് വിളിക്കുന്നേ, എന്തോ ഇവൻ്റെ മനസ്സിലുണ്ട്. ഇങ്ങനൊന്നും ഹാബേൽ ചിന്തിച്ചില്ല. കയ്യിൻ എന്ത് ചെയ്തു? തൻ്റെ അനുജനായ ഹാബേലിനോട് നാം വയലിലേക്ക് പോകാം എന്ന് പറഞ്ഞു. അവർ വയലിലിരിക്കുമ്പോൾ കയ്യിൻ തൻ്റെ അനുജനായ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നു. നോക്ക്, എന്ത് കഷ്ടമായ ഒരു സാഹചര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്ലാൻഡായിട്ട് ഹാബേലിനെ അവൻ കൊന്നു കളഞ്ഞു. പിന്നുള്ള വേദഭാവമൊക്കെ നമുക്കറിയാം. യഹോവ കയ്യിനോട് തൻ്റെ അനുജനായ ഹാബേൽ എവിടെയെന്ന് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല, ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനോ എന്ന് അവൻ പറഞ്ഞു. കർത്താവ് ചോദിച്ചു, വേർ ഈസ് യുവർ ബ്രദർ? ആം ഐ ദ കീപ്പർ ഓഫ് മൈ ബ്രദർ? ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ? അവനെന്താന്ന് അവനെവിടാന്നുള്ളത് നീ പോയി തിലക്ക്, ഞാനാണോ തിലക്കണ്ടേ? അപ്പോൾ ഒന്ന് ആലോചിച്ചേ. കയ്യിൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി എന്ന് പറയുന്നതൊക്കെ എന്തോരം കറക്റ്റാണല്ലേ, ഇല്ലേ? ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ കയ്യിനിൽ ദൈവം എന്താ പ്രസാദിക്കാഞ്ഞത്. ആട്ടിൻകുട്ടിയൊന്നുമല്ല വിഷയം. അവൻ ബേസിക്കലി അവൻ ദുഷ്ടനിൽ നിന്നുള്ളവനാണ്, അവൻ ദുഷ്ടത തിരഞ്ഞെടുക്കുന്നവനാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യൂദായുടെ ലേഖനം 11-ാമത്തെ വാക്യത്തിൽ അവർക്ക് അയ്യോ കഷ്ടം, അവർ കയ്യിൻ്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിൻ്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിൻ്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. അവർ കയ്യിൻ്റെ വഴിയിൽ നടക്കുകയും. അവരുടെ കാര്യമാണ് പറയുന്നത്, നിങ്ങളല്ല. നിങ്ങളങ്ങനെ ആകരുത്. യു നീഡ് ടു ബി ഡിഫറെൻറ്റ്. കയ്യിൻ്റെ വഴിയിൽ നടക്കരുത്. പാപം പ്ലാൻ ചെയ്യരുത്. പാപം നിൻ്റെ അടുത്ത് വരുമ്പോൾ അതിനെ കീഴടക്കണം, അല്ലെങ്കിൽ അത് നിന്നെ കീഴ്പ്പെടുത്തും. നീ കയ്യിൻ്റെ വഴിയിൽ നടക്കരുത്. അവൻ്റെ ജീവിതം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ കയ്യിൻ്റെ വഴി എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് ചില പുറകോട്ട് നമ്മൾ വായിച്ച ഭാഗങ്ങളിൽ അറിയാം. കയ്യിൻ, ഞാൻ പറഞ്ഞല്ലോ, അവൻ ചിന്തിച്ചത് അവൻ നീതിമാനാണെന്നാണ്. അവന് ദൈവത്തിൻ്റെ നീതി വേണ്ടായിരുന്നു, സ്വയനീതി മതിയായിരുന്നു. ഹാബേൽ വിശ്വാസത്താൽ യാഗം ഉറപ്പിച്ചു, അതുകൊണ്ട് ദൈവം അവൻ്റെ യാഗത്തിൽ പ്രസാദിച്ചു. അവന് നീതിമാൻ എന്ന സാക്ഷ്യം ആര് കൊടുത്തു? ദൈവം കൊടുത്തു. പക്ഷെ കയ്യിൻ പറഞ്ഞു, എനിക്കങ്ങനെ ആരുടെ സാക്ഷ്യമൊന്നും വേണ്ട, ഞാൻ നീതിമാനാണ്. അവൻ നീതിമാനെന്ന് അവൻ ചിന്തിച്ചു. അവൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുവാൻ ദൈവം ബാധ്യസ്ഥനാണെന്ന് അവൻ ചിന്തിച്ചു. നിങ്ങൾ കയ്യിൻ്റെ വഴിയിൽ നടക്കരുത്. കയ്യിൻ്റെ വഴിയിൽ നടക്കരുത്. നീതിമാൻ എന്ന സാക്ഷ്യം ലഭിക്കേണ്ടത് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം അതാണല്ലോ, അല്ലേ? ഹാബേലിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ
നമ്മൾ വായിക്കുന്നത് അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയ്യിൻ്റേതിൽ ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. ഹാബേൽ പറഞ്ഞു, എനിക്ക് ദൈവത്തിൽ നിന്ന് മതി, എൻ്റെ സാക്ഷ്യം ദൈവത്തിൽ നിന്നാണ്. ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. ദൈവം അവൻ്റെ ജീവിതത്തിന് സാക്ഷ്യം കൽപ്പിച്ചു. കാര്യം അവൻ ദൈവത്തോടുള്ള ബന്ധത്തിലാണ് എല്ലാം ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്. സ്വയനീതി ഇല്ലാത്ത വ്യക്തിയായിരുന്നു അവൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായിരുന്നു. അവൻ ദുഷ്ടത തിരഞ്ഞെടുത്തവനായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവൻ ദുഷ്ടത തിരഞ്ഞെടുത്തവനായിരുന്നു. 1 യോഹന്നാൻ 3:12 നമ്മൾ അവിടെ കാണുന്നത്, കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെയല്ല, അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? അവൻ്റെ പ്രവൃത്തി ദോഷവും സഹോദരൻ്റേത് നീതിയുമുള്ളതാകൊണ്ടത്രേ. എന്തുകൊണ്ട് അവനെ കൊന്നെന്ന് പറയുന്നത് അവൻ്റെ സഹോദരൻ്റെ അവൻ്റെ പ്രവൃത്തി ദോഷവും സഹോദരൻ്റേത് നീതിയുമുള്ളതുകൊണ്ട്. അത് കർത്താവിൻ്റെ ഒരു സാക്ഷ്യമാണ്. അവൻ നീതിമാനല്ലായിരുന്നു, പക്ഷെ അവൻ നീതിമാനാണെന്ന് അവൻ ചിന്തിച്ചു. അവന് ദൈവത്തിൻ്റെ നീതി ആവശ്യമുണ്ടെന്ന് അവൻ ചിന്തിച്ചില്ല. അവൻ അസൂയുള്ളവനായിരുന്നു. ഞാൻ ചിലരുടെ കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ എന്താ പ്രശ്നം? അവൻ ദൈവം പറയുന്നത് കേൾക്കുന്നവനല്ലായിരുന്നു. ദൈവത്തിൻ്റെ മുന്നറിയിപ്പിനെ അവൻ അവഗണിച്ചു. അവൻ്റെ സഹോദരനിൽ ദൈവം പ്രസാദിച്ചത് അവനെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ചില ആളുകൾക്ക് ഇപ്പോഴും ഉണ്ട് അങ്ങനെയുള്ള ആളുകൾ. അതായത് അവർക്കൊന്നും ഇല്ലെങ്കിലും വേണ്ടുകയില്ല, മറ്റുള്ളവർക്കൊന്നും ഉണ്ടാകരുതെന്നാണ്. എന്നാൽ എനിക്കും വേണമെന്ന് മാത്രമല്ല, അത് തന്നെ തെറ്റാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എനിക്കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുമല്ല, എനിക്കുണ്ടാകുകയും വേണം, മറ്റവൻ്റേത് പോവുകയും വേണം. ഇങ്ങനത്തെ കയീന് ദൈവത്തിൽ നിന്ന് പ്രസാദം ലഭിച്ചില്ല. ഹാബേലിന് ലഭിച്ചപ്പോൾ അവൻ അസൂയുള്ളവനായി തീർന്നു. അവൻ കൊല ആസൂത്രണം ചെയ്യുകയാണ്. ആക്സിഡൻ്റലായിട്ട് അവനെ കൊന്നതല്ല, അനുജനെ ആക്സിഡൻ്റലായിട്ട് കൊന്നതല്ല. ഇറ്റ് വാസ് വെൽ പ്ലാൻഡ് ആയിട്ട് നടന്നതാണ്. കയീൻ ദൈവത്തെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയവനാണ്. അവൻ്റെ ജീവിതത്തിൽ ദൈവമില്ല, ദൈവത്തെ മാറ്റി നിർത്തി. ദൈവം അവൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടാൻ നോക്കിയിട്ടും അവൻ ആ വാക്കുകളെ കേട്ടില്ല. പാപം നിൻ്റെ വാതിൽക്കൽ കിടക്കുന്നതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ കീഴ്പ്പെടുത്തണം. ഇതൊന്നും അവൻ ശ്രദ്ധിച്ചില്ല. ദൈവം പറഞ്ഞ ഒന്നും അവൻ കേട്ടില്ല. ദൈവവുമായിട്ടുള്ളവൻ്റെ റിലേഷൻ വളരെ മോശപ്പെട്ട ഒരു റിലേഷൻ. അവൻ്റെ സഹോദരനെ കൊന്നുകളയുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, ഇല്ലേ? എന്നാൽ ഹാബേൽ എങ്ങനെയുള്ളവനായിരുന്നു? എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ചല്ലോ, അതിൻ്റെ 11-ാം അധ്യായത്തിൽ വായിച്ച വേദഭാഗം തന്നെയാണ്. അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയ്യിൻ്റേതിൽ ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. വിശ്വാസത്താൽ, ഹി വാസ് എ മാൻ ഓഫ് ഫെയ്ത്ത്. അവൻ ദൈവത്തെ മുന്നിൽ നിർത്തി ഉത്തമമായ യാഗം കഴിച്ചു. കാരണം അവൻ്റെ യാഗവും വിശ്വാസത്താലായിരുന്നു, ദൈവത്തെ മുൻനിർത്തിയായിരുന്നു. തന്നെയല്ല, ദൈവത്തിൽ നിന്ന് സാക്ഷ്യം പ്രാപിച്ചു. എന്താ സാക്ഷ്യം? നീതിമാൻ എന്നുള്ള സാക്ഷ്യം പ്രാപിച്ചു. ഞാൻ പറഞ്ഞല്ലോ, നീതിമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റൈച്ചസ് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനും ദൈവത്തിനും മധ്യത്തിൽ ഇടയ്ക്ക് തടസ്സങ്ങളൊന്നുമില്ലാത്ത പ്ലെയിൻ മാനാണ്. അത് ദൈവം പറയുകയാണ്, ഹാബേൽ എനിക്കും നിനക്കും മധ്യത്തിൽ ഒന്നുമില്ല, യു ആർ സോ ക്ലോസ് ടു മീ. ആ റിലേഷൻഷിപ്പിൽ അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ മരണശേഷവും അവൻ്റെ വഴിപാട് സാക്ഷ്യം വഹിച്ചു, മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരുന്നു. അവൻ്റെ ദൈവബന്ധം മരിച്ചപ്പോഴും അവസാനിച്ചില്ല. മരണം കൊണ്ട് തീരുന്നതല്ല ദൈവബന്ധം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹാബേൽ വിശ്വാസത്താൽ, അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശ്വാസത്താൽ ഹാബേൽ കയ്യിൻ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. അവൻ സ്വയനീതി, ഹാബേൽ ഒരിക്കലും സ്വയനീതി ഇല്ലായിരുന്നു. അവൻ ദൈവനീതി അവൻ്റെ നീതിയാക്കി. ദൈവം പറഞ്ഞു നീ നീതിമാനാണെന്ന്. ആ ഡിഫറൻസ്. തന്നെയല്ല,
ഞാൻ പറയട്ടെ, എന്നും അനുജനായിട്ട് നിന്നവനവൻ, ചാടിക്കയറി ഒന്നും ചെയ്യുന്നവനല്ലായിരുന്നു. അനുജനായിട്ട് കയ്യിൻ്റെ പുറകെ. ഇനി അവൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ച് കഴിഞ്ഞിട്ടും ഇവന് അഹങ്കാരം ഉണ്ടായില്ല. കയ്യൻ പറഞ്ഞു, വാടാ നമുക്ക് വയലിലേക്ക് പോകാം, അത് പിന്നെ തീരുമാനിക്കാം. നിൻ്റെ യാഗത്തിലൊന്നും ദൈവം പ്രസാദിച്ചില്ലല്ലോ, എൻ്റെ യാഗത്തിലാ ദൈവം പ്രസാദിച്ചത്, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്ക് എന്നവൻ പറഞ്ഞില്ല. ദൈവം അവൻ്റെ യാഗത്തിൽ പ്രസാദിച്ചെന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിട്ടും, കയ്യിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ലെന്ന് അറിഞ്ഞിട്ടും അവൻ കയ്യൻ പറഞ്ഞതനുസരിച്ച് അവൻ്റെ പിന്നാലെ പോയി. നമ്മൾ പറയും പൊട്ടത്തരമാണെന്ന്. പൊട്ടത്തരമായിക്കോട്ടെ. അങ്ങനെ പലപ്പോഴും ദൈവം നമ്മളെ പൊട്ടന്മാരാകാൻ വിളിച്ചിട്ടുണ്ട്. കാണിക്കുന്ന പൊട്ടത്തരമാണെന്നൊക്കെ ആൾക്കാർ പറയുമായിരിക്കും. ആയിക്കോട്ടെ. പക്ഷേ അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അവൻ ദൈവത്തിൽ ആശ്രയിച്ചു. കയ്യിനെ പോലെ ആകരുത്, ഹാബേലിനെ പോലെ ജീവിക്കുവാൻ നമുക്ക് കഴിയണം. അതാണ് ഞാൻ പറഞ്ഞത്. വേദപുസ്തകത്തിലെ ആദ്യത്തെ കഥാപാത്രങ്ങൾ, ആദാം കഴിഞ്ഞാൽ അടുത്ത 2 കഥാപാത്രങ്ങളാണ് ഇവർ. അവരിൽ പോലും വ്യത്യസ്തത ഉണ്ടായിരുന്നു. കയ്യിനിൽ നിന്ന് ഹാബേൽ വ്യത്യസ്തനായിരുന്നു. ഹി വാസ് ഡിഫറൻറ്റ്. നമ്മുടെ ജീവിതത്തിലും ഈ വ്യത്യസ്തത നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം. അതുകൊണ്ടാണ് യൂദാ പറയുന്നത്, കയ്യിൻ്റെ വഴിയിൽ നടക്കരുത്, കയ്യിൻ്റെ വഴിയിൽ നടക്കരുത്, കയ്യിനെ പോലെ ആകരുത്. നമ്മൾ ഹാബേലിനെ പോലെ ആകണം. നമ്മൾ ഡിഫറൻ്റ് ആയിരിക്കണം, വ്യത്യസ്തരായിരിക്കണം.